Hello everyone, welcome to Disha Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SBI ക്ലർക്കിന്റെ കഴിഞ്ഞ വർഷം 2023 SBI ക്ലർക്കിന്റെ പ്രിലിംസിന് എക്സാമിന് ചോദിച്ച ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് QA ചോദിച്ച കുറച്ച് അർത്ഥമെറ്റിക് സെക്ഷൻസിന്റെ പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, ഇത് ഒരുവിധം എക്സാം പ്രിപ്പയർ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു PYQ സെക്ഷൻ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ല ഇത്. അപ്പൊ ഇതൊരു PYQ സെക്ഷൻ ആണ്. അപ്പൊ എക്സാം ഒരുവിധം പ്രിപ്പയർ ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത് ക്രാക്ക് ചെയ്യാൻ നോക്കുന്ന അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ഒക്കെ ചെയ്യാൻ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഏറ്റവും പെട്ടെന്ന് ആൻസറിലോട്ട് എത്തുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പോണത്. അപ്പൊ നേരെ ചോദ്യത്തിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ മാൻ ഇൻവെസ്റ്റഡ് ₹16,000 at the rate of 12.5% per annum for certain years and amount becomes ₹32,000. 16,000 രൂപ ബാങ്കിൽ ഇട്ടത് 32,000 രൂപയായി, ഡബിൾ ആയില്ലേ? ക്യാഷ് ഡബിൾ ആയില്ലേ? ക്യാഷ് ഡബിൾ ആവുകയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ക്യാഷ് ഡബിൾ ആവുകയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 6, ഓപ്ഷൻ ഇ 16. ഒരാള് 16,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 32,000 രൂപയായി. അങ്ങനെയാണെങ്കിൽ 12% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ നമുക്ക് ആ നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് 100/r എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. സോ 100/12.5. 12.5 എന്ന് പറഞ്ഞാൽ 1/8%. 1/8 എന്ന് പറഞ്ഞാൽ 12.5% അല്ലേ? അപ്പൊ 1/8 ആണ്. ദാറ്റ് ഈസ് 8 ഇയേഴ്സ്. 12.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി 8. സിമ്പിൾ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആവറേജ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. The average weight of the 10% group is 50 kg. 10 പേരുള്ള ഒരു ഗ്രൂപ്പിന്റെ ആവറേജ് വെയിറ്റ് 50 kg ആയിരുന്നു അല്ലെ? 10 പേരുള്ള ഒരു ഗ്രൂപ്പിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 50 kg ആണ്. A person left the group. ഒരാൾ ആ ഗ്രൂപ്പിൽ നിന്ന് പോയി. And the average weight of the group decreased by 1 kg. അപ്പൊ ആവറേജ് വെയിറ്റ് എന്തായി? 1 kg കുറഞ്ഞു. If one new person joins the group, ഒരു ന്യൂ പേഴ്സൺ ആ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടെ ഒരു ന്യൂ പേഴ്സൺ ജോയിൻ ചെയ്താൽ ആവറേജ് വെയിറ്റ് എന്താവും? 52 kg ആവും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വെയിറ്റ് ഓഫ് ദ പേഴ്സൺ ഹു ലെഫ്റ്റ് ദ ഗ്രൂപ്പ് ആൻഡ് ദ പേഴ്സൺ ഹു ജോയിൻ ദ ഗ്രൂപ്പ്. എടാ 10 പേരുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ പോയി വേറൊരാൾ വന്ന കേസായി. 10 പേരായിരുന്നപ്പോ 50 kg ആയിരുന്നു, ഒരാൾ പോയിട്ട് വേറൊരാൾ വന്നപ്പോ 52 kg ആയി. അങ്ങനെ മാത്രം ഈ പ്രോബ്ലം അനലൈസ് ചെയ്താൽ മതി. ഈ ഡേറ്റാസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാര്യം 10 പേരുള്ള ഒരു ഗ്രൂപ്പില് ആവറേജ് 50 ആയിരുന്നത് ഒരാള് പോയിട്ട് വേറൊരാൾ വന്നപ്പോഴത്തേക്കും 52 kg ആയി. അതായത് 52 kg എന്ന് വെച്ചാൽ 2 kg ആണ് കൂടിയത് അല്ലെ? അപ്പൊ 2 kg കൂടാൻ കാരണം വന്ന ആൾക്കാർ 2 kg എല്ലാവർക്കും എക്സ്ട്രാ കൊടുക്കാനുള്ള 2 kg ഉണ്ട്. അതായത് 10 × 2 kg എക്സ്ട്രാ ഉള്ള ആളാ വന്നത്, 20 kg എക്സ്ട്രാ ഉള്ള ആളാ വന്നത്. ചോദ്യം ഡിഫറൻസ് ബിറ്റ്വീൻ വെയിറ്റ് ഓഫ് ദ പേഴ്സൺ ആയിരുന്നു. അപ്പൊ വെയിറ്റ് ഓഫ് ദ പേഴ്സന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഇത് മാത്രം മതി, 2 × 10 മാത്രം മതി. ആ ഡിഫറൻസ് നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഓരോരുത്തരുടെയും വെയിറ്റ് ചോദിച്ചിട്ടില്ല. പോയ ആളുടെ വെയിറ്റ് എത്ര, വന്ന ആളുടെ വെയിറ്റ് എത്ര, അങ്ങനെ ചോദിച്ചെങ്കിൽ ഈ പ്രോബ്ലം നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. പോയ ആളുടെ 59 ആണ്, വന്ന ആളുടെ 79 ആണ്, സെപ്പറേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. പോയ ആളുടെ വെയിറ്റ് 59 ആണ്, വന്ന ആളുടെ വെയിറ്റ് 79 ആണ്. പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യം ഈ പ്രോബ്ലത്തിലില്ല. ഈ പ്രോബ്ലം നമുക്ക് ഡയറക്റ്റ് 10 പേരുള്ള ഒരു ഗ്രൂപ്പിൽ 50 kg ആയിരുന്നു ആവറേജ് വെയിറ്റ്. പക്ഷെ ഒരാൾ പോയിട്ട് വേറൊരാൾ വന്നപ്പോഴത്തേക്കും ആവറേജ് എത്ര ഇൻക്രീസ് ആയി? ഒരാൾക്ക് 2 വെച്ച് 10 പേർക്ക് 20 ആണ് ഇൻക്രീസ് ആയി. അപ്പൊ 20 kg എക്സ്ട്രാ ഉള്ള ആളാണ് വന്നത്. സിംപ്ലി അങ്ങനെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഡയറക്റ്റ് മെത്തേഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്പർ ബാലൻസിങ് മെത്തേഡ് ചെയ്യാം. 10 പേരിൽ നിന്ന് ഒരാൾ പോയി 9 പേരായി. അങ്ങനെ നമ്പർ ബാലൻസിങ് മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡീവിയേഷൻ മെത്തേഡ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 10 പേരുണ്ടായിരുന്നു, ആവറേജ് 50 kg ആയിരുന്നു. 9 പേരായപ്പോ ആവറേജ് 49 kg ആയി. അപ്പൊ പോയത് എത്രയാണ്? 50 ആയിരുന്നു ആവറേജ്. അപ്പം പോയത് എത്ര? 50 + 9, 59 വയസ്സുള്ള ആളാണ് പോയത്. അതുപോലെ 9 പേര് റിമൈനിങ് ഇരുന്നപ്പോ 49 ആയിരുന്നു.
ഒരാളും കൂടെ വന്ന് 10 ആയി, അപ്പോഴത്തേക്ക് 52 ആയി, അതുപോലെ 3 ആണ്. സോ 52 പ്ലസ് 27. സോ ആൻസർ എത്ര വരും? 79. 52 ആയി, കാരണം 79 വരും. അപ്പൊ നമുക്ക് പോയ ആൾ 59 ആണ്, വന്ന ആൾ 79 ആണ്. ഡിഫറൻസ് അപ്പം ചെയ്ത് നോക്കും 20 കിട്ടും. പക്ഷെ ഈ ഒരു ക്വസ്റ്റിൽ ഒന്നും വേണ്ട, ഡയറക്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ ഏത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് ആ മെത്തേഡ് അനുസരിച്ച് ചെയ്യാം. നമ്പർ ബാലൻസിങ് മെത്തേഡോ ഡീവിയേഷൻ മെത്തേഡോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. Okay. So next question. The ratio of percentage of A and B is 1:3. എയുടെയും ബിയുടെയും പെർസെന്റേജിന്റെ റേഷ്യോ 1:3 ആണ്. എയുടെ ഏജ് 1 ആണെങ്കിൽ ബിയുടെ ഏജ് 3 ആണ്. And the ratio of percentage of A and C is 2:3. എയുടെയും സിയുടെയും ഏജിന്റെ റേഷ്യോ 2:3 ആണ്. എയുടെയും സിയുടെയും ഏജിന്റെ റേഷ്യോ 2:3 ആണ്. ഇനി എയും സിയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ്, എയും സിയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് 2 ആണെന്ന് തന്നിട്ടുണ്ട്. 2ഉം 3ഉം ആണെങ്കിൽ ഏജ് 6 അല്ലേടാ ഡിഫറൻസ് വരുന്നത്. സോറി, 2ഉം 3 ആണെങ്കിൽ ഏജ് ഡിഫറൻസ് 1 അല്ലേ വരുന്നത്. 1ന്റെ ഒറിജിനൽ ആണ് 2. സോ ഇതെന്ത് വരും? 4 വരും. ഇതെന്ത് വരും? 6 വരും. അപ്പൊ 4ഉം 6ഉം വയസ്സുള്ളവരാണ് എയും സിയും അല്ലെ. അപ്പൊ ബിയുടെ വയസ്സ് എത്ര? എക്ക് 4 വയസ്സാണെങ്കിൽ ബിക്ക് എത്ര വയസ്സാ? 12 വയസ്സാ. അപ്പൊ സിക്ക് എത്ര വയസ്സാന്നാ പറഞ്ഞത്? 6 വയസ്സാ. അപ്പൊ 22 വയസ്സുണ്ട് ഇവർക്ക് 3 പേർക്കും കൂടെ. ഇപ്പൊ 22 വയസ്സുണ്ട്. 14 വർഷങ്ങൾക്ക് ശേഷം 3 പേർക്കും കൂടും 14 വയസ്സ്. 14 × 3 42 വയസ്സ് 3 പേർക്കും കൂടെ കൂടും. 42 വയസ്സ് 3 പേർക്കും കൂടെ കൂടുക വെച്ചാൽ 64 വയസ്സാണ്. 64 ഇയേഴ്സ്. കാൽക്കുലേഷൻ ഒക്കെ മൈൻഡിൽ ചെയ്യാവുന്നതാണ്. പലതും സിംപ്ലി ചെയ്യാവുന്നേ ഉള്ളായിരുന്നു. അതായത് എയും സിയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരെയും വയസ്സ് കിട്ടി. ഇയാൾക്ക് 4 വയസ്സാണ്, ഇയാൾക്ക് 6 വയസ്സാണ്, എക്ക് 4 വയസ്സാണെങ്കിൽ ബിക്ക് 12 വയസ്സാണ്. ടോട്ടൽ 22 വയസ്സുണ്ട് അവർക്ക്. 14 വർഷം കഴിയുമ്പോൾ 3 പേർക്കും 14 കൂടുന്നതുകൊണ്ട് 42 കൂടും. അങ്ങനെ ടോട്ടൽ 64 വയസ്സാണ് 3 പേരുടെയും കൂടെ ടോട്ടൽ ഏജ്. സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ചെയിൻ റൂളൊക്കെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര എഴുതിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ കാൽക്കുലേഷൻ ഒന്നുമില്ല. കുറെ വരച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ കാൽക്കുലേഷൻ ഒന്നുമില്ല. മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ സബ്ട്രാക്ഷനോ അഡീഷനോ ഒന്നുമില്ല. ജസ്റ്റ് ചെയിൻ റൂൾ മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. The speed of boat in still water is 36 km/h and the speed of stream is 4 km/h. ഒരു ബോട്ടിന്റെ സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ് 36 km/h ആണ്. സ്ട്രീമിന്റെ സ്പീഡ് 4 km/h ആണ്. If the boat takes 24 minutes more time to cover x kilometer distance in upstream as compared to downstream, find the value of 2x. Options 64, 32, 320, 160, 120. ചെയ്ത് നോക്കുക. USD മെത്തേഡ് അറിയാലോ. USD മെത്തേഡിൽ തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം USD മെത്തേഡിൽ ആദ്യം എഴുതുക. USD മെത്തേഡിൽ ചെയ്യുമ്പോൾ the speed of boat in still water 36 km/h ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറയുന്നത് 4 km/h ആണെന്ന് പറയുന്നുണ്ട്. 36ഉം 4ഉം ആണെങ്കിൽ ഇവിടെ 40 വരും. 36 plus 4 40 വരും. ഇവിടെ 36 minus 4 32 വരും. അതായത് സ്പീഡിന്റെ റേഷ്യോ നമുക്ക് കിട്ടും. സ്പീഡിന്റെ ഡേറ്റ നമുക്ക് കിട്ടും. സ്പീഡ് എന്താണ്? അപ്സ്ട്രീം പോകുന്നത് 32 km/h ഡൗൺ സ്ട്രീം പോകുന്നത് 40 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം എങ്ങനെയാണ്? ടൈം നേരെ തിരിച്ച. കാരണം കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്. If the boat takes 24 minutes more time to cover the same distance എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ 40 ആണ്,
ഇവിടെ 32. 40 32 തമ്മിലുള്ള വ്യത്യാസം 8 ആണ്. അപ്പൊ 40 മിനിറ്റ് 32 മിനിറ്റ് ആണെങ്കിൽ 8 മിനിറ്റിന്റെ വ്യത്യാസം. 8 മിനിറ്റിന്റെ വ്യത്യാസമാണോ? 24 മിനിറ്റിന്റെ വ്യത്യാസം അല്ലേ? അപ്പൊ ശരിക്കുള്ള ടൈം എന്താ? 8 × 3 ആണ് 24. സോ 40 × 3 ചെയ്യണം, 120 മിനിറ്റ്. അപ്പൊ 120 മിനിറ്റ് ആണ് ശരിക്കുള്ള ടൈം. അപ്പൊ അപ്സ്ട്രീം പോകാൻ എടുക്കുന്ന സ്പീഡ് 32ഉം അപ്സ്ട്രീം പോകാൻ എടുക്കുന്ന ടൈം 120ഉം ആണ് അല്ലെ? അപ്സ്ട്രീം പോകാൻ എടുക്കുന്ന സ്പീഡ് 32 മിനിറ്റ് ആണെങ്കിൽ അപ്സ്ട്രീം പോകാൻ എടുക്കുന്ന ടൈം 120 മിനിറ്റ് ആണ്. അപ്പൊ 120 മിനിറ്റ് ആണ് അപ്സ്ട്രീം പോയത്. അപ്പൊ 120 മിനിറ്റ് അപ്സ്ട്രീം പോയെന്ന് പറഞ്ഞാൽ എക്സ് എത്ര വരും? എത്ര ദൂരം സഞ്ചരിച്ചു? The boat takes 24 minutes more time to cover x kilometer distance in upstream as compared to downstream എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 120 മിനിറ്റ് ആണ് അപ്സ്ട്രീം പോകാൻ എടുക്കുന്നതെന്ന് പറയുമ്പോൾ 32 × 120 ചെയ്താൽ മതി. എത്ര വരും? 0. 32 × 120 ചെയ്യുമ്പോൾ 120 മിനിറ്റ്സ് അല്ലേ? നമുക്ക് കിലോമീറ്റർ പെർ അവർ അല്ലേ? അപ്പൊ 120 മിനിറ്റ്സിനെ മണിക്കൂർ ആക്കാം. 120 മിനിറ്റ്സിനെ മണിക്കൂർ ആക്കുമ്പോൾ 2 മണിക്കൂർ. അപ്പൊ 32 × 2 ചെയ്താൽ മതി. കുറച്ചുകൂടെ എളുപ്പമായി അല്ലേ? മിനിറ്റ്സ് വേണ്ട, മണിക്കൂർ മതി. കാരണം എല്ലാം കിലോമീറ്റർ പെർ അവർ ആണ് കിടക്കുന്നത്. സോ 32 × 2 അവർ. 2 അവർ എന്ന് പറയുമ്പോൾ 64 കിലോമീറ്റർ. അപ്പൊ എക്സ് 64 ആണെങ്കിൽ 2x ആണ് ചോദിച്ചിരിക്കുന്നത്. ഉടനെ ഓപ്ഷൻ എ കണ്ടുകൊണ്ട് 64 എടുത്ത് എഴുതല്. 64ന്റെ ഡബിൾ 128 ആണ് ആൻസർ. സോ ആൻസർ 128. അപ്പം ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. സോ ക്വസ്റ്റ്യൻസിന് ഇടയ്ക്ക് ഈ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിക്കുക. നമ്മുടെ ദിശ അക്കാഡമി SSC RRB ബാങ്ക് എക്സാമുകൾക്ക് ഓൺലൈൻ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓഫ്ലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വർക്കിംഗ് ആണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അപ്പൊ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസും ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ് SSCയുടെയും RRBയുടെയും ബാങ്കിന്റെയും ഓഫ്ലൈൻ ക്ലാസ്സസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കൊല്ലം അക്കാഡമിയിലും കൊട്ടാരക്കര, തൃശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം എന്നീ സ്ഥലങ്ങളിലുള്ളവർക്ക് ഓഫ്ലൈൻ ആയിട്ടും നമ്മുടെ അക്കാഡമിയിൽ വന്ന് പഠിക്കാവുന്നതാണ്. അപ്പം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ. A man covers two distances of d kilometer and d plus 32 kilometer. If the difference between time taken by the man to cover these two distances is 2 hours, then find the speed of the man in kilometer per hour. Simple question ആണ്. 32ന് 6 ആണെങ്കിൽ സോറി 32ന് 2 ആണെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഒരു ഫോർമാറ്റിൽ ചെയ്താൽ മതി. 16 കിലോമീറ്റർ പെർ അവർ എന്ന് വരും അല്ലേ? നോക്കി, a man covers two distances of d kilometer. ഒരിടത്ത് d സഞ്ചരിക്കുമ്പോൾ ഒരിടത്ത് d plus 32 സഞ്ചരിച്ചു അല്ലെ? 32 കിലോമീറ്റർ അധികം സഞ്ചരിച്ചു. ഈ 32 കിലോമീറ്റർ അധികം സഞ്ചരിക്കാൻ 2 മണിക്കൂറാണ് അല്ലെ? The difference between time taken by the man to cover these two distances എന്ന് പറഞ്ഞാൽ 2 hours ആണ്. ഈ 32 കിലോമീറ്റർ അധികം സഞ്ചരിക്കാൻ 2 മണിക്കൂറാണ് എടുത്തത്. 2 മണിക്കൂറാണ് 32 കിലോമീറ്റർ അധികം സഞ്ചരിക്കാൻ എടുത്തത്. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം? 16 കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. അപ്പൊ 1 മണിക്കൂറിൽ 16. സോ ആൻസർ 16 കിലോമീറ്റർ പെർ അവർ. 16 കിലോമീറ്റർ പെർ അവർ. മനസ്സിലായി? ഡി ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്നതിനേക്കാൾ 2 മണിക്കൂർ അധികം എടുക്കുന്നത് 32 കിലോമീറ്റർ അധികം സഞ്ചരിക്കുന്നുണ്ട്. സോ 32 കിലോമീറ്റർ സഞ്ചരിക്കാനാണ് 2 മണിക്കൂർ എടുത്തത്. അപ്പൊ 1 മണിക്കൂറിൽ 16 കിലോമീറ്റർ സഞ്ചരിക്കും. സോ സ്പീഡ് ഓഫ് ദ മാൻ എന്ന് പറയുന്നത് 16 കിലോമീറ്റർ പെർ അവർ ആണ്. ക്വസ്റ്റിന്റെ ലെവൽ മനസ്സിലായോ? ഒരുപാട് വലിയ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും SBI ക്ലർക്കിനെ ചോദിക്കുന്നില്ല. SBI ക്ലർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതല്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ സമയം പോകും, അല്ലെങ്കിൽ സമയം കിട്ടിയില്ല എന്നുള്ള കാരണങ്ങൾ കാരണം എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് വരും. അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ടൈം മാനേജ്മെന്റിനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ നമ്പേഴ്സ് കിട്ടുക എന്നുള്ളതാണ്. എത്ര കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രയും ഫാസ്റ്റ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ.
invested rupees 15,000 in a business, and after 7 months, Q joined him with a certain amount. At the end of a year, the ratio of profit share P to that of Q is 3:1. Find the amount invested by Q in rupees. Okay, within seconds solve ചെയ്യണം. ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് മനസ്സിലാക്കുക. നമ്മുടെ പാർട്ണർഷിപ്പിന്റെ പ്രോബ്ലംസ് എങ്ങനെയാണോ ചെയ്യുന്നത്, നിങ്ങൾ എല്ലാവർക്കും ഒരു മെത്തേഡ് കാണും. ആ ഒരു മെത്തേഡിൽ ചെയ്യുക. പി ഉണ്ട്, ക്യൂ ഉണ്ട്. പി 15K ഇൻവെസ്റ്റ് ചെയ്തു. ക്യൂ എത്ര കെ ആണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. 15,000 ആ സീറോസ് ഒക്കെ എഴുതി ചെയ്യുന്നതിനേക്കാൾ നല്ലത് 15K എന്ന് ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എഴുതി 15K ആണ് ഇവിടെയെങ്കിൽ XK ആണ് ഇവിടെ. ഇനി ടൈം എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? Q joined him with a certain amount. എത്ര? After 7 months. അപ്പൊ 12 മാസത്തേക്കും P ഇൻവെസ്റ്റ് ചെയ്തപ്പം 7 മാസം കഴിഞ്ഞു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ഉം 5ഉം അല്ലേടാ 12. ആഫ്റ്റർ 7 months എന്ന് പറഞ്ഞാൽ 5 മാസത്തേക്കാണ്. 5 മാസത്തേക്കാണ് Q എന്ത് ചെയ്തത്? XK ഇൻവെസ്റ്റ് ചെയ്തത്. ഇതിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും എപ്പോഴും നമ്മുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ റേഷ്യോ എഴുതാൻ പറ്റുന്നതായിരിക്കും. 5ഉം 15ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 3 വരും. സോ 12 into 3 36. So 36 is equal to kയും cancel ആയി. ഓക്കെ, 36 is equal to x എന്ന് വരും. ഈ പ്രോഫിറ്റിന്റെ റേഷ്യോ നമുക്ക് കിട്ടിയത് 36/x അല്ലെങ്കിൽ 36/x എന്ന് എഴുതാം. അത് എന്തിന് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്? P/Q ന്റെ പ്രോഫിറ്റ് റേഷ്യോ 3/1 ഈക്വൽ ആണ്. സോ 3x is equal to 36, x is equal to 36/3, ആൻസർ 12. സോ ഫൈനലി ആൻസർ നമുക്ക് 12 എന്ന് കിട്ടി. ആൻസർ 12K എന്ന് എഴുതാം അല്ലെ, 12K. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്ത് പോകാം. അല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് തമ്മിൽ കട്ട് ചെയ്യണം, ടൈമും തമ്മിൽ കട്ട് ചെയ്യണം, അങ്ങനെ ഒരു റൂളും ഇല്ല. ആ റേഷ്യോസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തവർക്കറിയാം അതെങ്ങനെയും കട്ട് ചെയ്യാം. പിയിലും ക്യൂലും കോമൺ ആയിട്ടുള്ള എവിടെ നിന്ന് വേണമെങ്കിലും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ആ റേഷ്യോ എഴുതാൻ പറ്റും. ഇതൊക്കെ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. 36x 3 1 അല്ലെ, 36 3 ആവുമെന്ന് വെച്ചാൽ 3 into 12 ആണ്. അപ്പൊ x എന്ന് പറഞ്ഞാൽ 12 ആണെന്ന് ജസ്റ്റ് എഴുതി പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A and B together can do a piece of work in 12 days, whereas B alone took 6 days more than the time taken by A and B together. Find the time taken by A alone to complete the work. A and B together can do a piece of work in 12 days എന്ന് പറയുന്നുണ്ട് അല്ലെ. എക്കും ബിക്കും കൂടെ ഒരു വർക്ക് ചെയ്യാൻ 12 ദിവസം എടുക്കുന്നു. ബി ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ 6 ദിവസം എടുക്കുന്നു. അല്ല, alone took 6 days more than the time taken by A and B എന്നാ പറഞ്ഞേക്കുന്നത്. എയും ബിയും കൂടെ ഒരു വർക്ക് ചെയ്യാൻ 12 ദിവസം എടുക്കുന്നു. ബിക്കാണെങ്കിലോ ഇവർ ചെയ്യുന്നതിനേക്കാൾ 12 ദിവസത്തേക്കാൾ 6 ദിവസം അധികം, അതായത് 18 ദിവസം എടുക്കുന്നു. അങ്ങനെയാണ് എ ഒറ്റയ്ക്ക് അവർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കൊരു വർക്ക് അസ്യൂം ചെയ്യാം. 12ന്റെയും 18ന്റെയും LCM 36 എടുക്കാം. 12ന്റെയും 18ന്റെയും LCM എടുക്കാം, 36 എടുക്കാം. സോ 12 into 3 ആണ് 36, 18 into 2 ആണ് 36. 12 into 3 ആണ് 36, 18 into 2 ആണ് 36. അപ്പം എയും ബിയും കൂടെ 3 ആണ് എഫിഷ്യൻസി. ബിയുടെ എഫിഷ്യൻസി 2 ആണെങ്കിൽ എയുടെ എഫിഷ്യൻസി 1 ആണ്. സോ ആൻസർ 36 വരും. ഫൈനലി 36 days. ബേസിക് ക്ലാസ്സുകൾ കാണുക. ടൈം ആൻഡ് വർക്കിന്റെ എഫിഷ്യൻസി മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ആൻസർ 36. അടുത്ത ക്വസ്റ്റ്യൻ. 48 liters of mixture contains milk and water in the ratio 3:1. 48 liters of mixture contains milk and water in the ratio 3:1 respectively. 10 liters of mixture is taken out and 20 liters water is added in remaining mixture. Find the difference between milk and water in the final mixture.
48 ലിറ്റർ മിക്സറിനകത്ത് മിൽക്ക് വാട്ടർ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. 48 ലിറ്റർ മിക്സറിനകത്ത് മിൽക്ക് വാട്ടർ റേഷ്യോ, അതായത് മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. മിൽക്ക് വാട്ടർ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. 10 liter of mixture is taken out and 20 liter water is added in the mixture എന്നാ പറയുന്നത്. 10 ലിറ്റർ മിൽക്ക് മാറ്റി അല്ലെ, 10 ലിറ്റർ മിൽക്ക് മാറ്റിയിട്ട് 20 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. അപ്പം മൊത്തം 48 ഉണ്ട്. അപ്പൊ ടോട്ടൽ 48 ഉണ്ടായിരുന്നു അല്ലെ. ടോട്ടൽ 3 4 അല്ല 48 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 48 എന്ന് പറഞ്ഞാൽ മിൽക്ക് എത്ര ഉണ്ട്? 12 × 4 അല്ലേ 48. സോ ഇവിടെ 36, ഇവിടെ 12. മനസ്സിലായോ? 36 ലിറ്റർ മിൽക്കും 12 ലിറ്റർ വാട്ടറും ഉള്ള ഒരു മിക്സറിനകത്ത് നിന്ന് 10 ലിറ്റർ മിക്സർ എടുത്ത് മാറ്റുവാണ് അല്ലെ. 10 ലിറ്റർ മിക്സർ എടുത്ത് മാറ്റിയിട്ട് 20 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യണം. 10 ലിറ്റർ മിക്സർ മാറ്റിയിട്ട് 20 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ മിൽക്കും വാട്ടറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 10 ലിറ്റർ മാറ്റുമ്പോൾ എത്ര വെച്ച് പോകും? 4ന് പകരം 10 ആണ് പോകുന്നതെങ്കിൽ എത്ര വെച്ച് പോകും? 10 ലിറ്റർ മാറ്റുവാണ് അല്ലെ. 10 ലിറ്റർ മാറ്റുവാണ്. അപ്പൊ എത്ര പോകുന്നു ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ മിൽക്ക് വാട്ടർ ടോട്ടൽ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4ന് പകരം 10 ലിറ്റർ പോവാം. 3, 1, 4. ആ 4ന് പകരം 10 പോവാന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എന്ത് പറയും, 4 ഇൻറ്റു 5/2 ആ പോണേ അല്ലെ. 4 ഇൻറ്റു 5/2 ആ പോണേ. അപ്പൊ ഇതിന്റെ 4 ഇൻറ്റു 5/2 എന്ത് വരും? ഇതിന്റെ 4 ഇൻറ്റു 5/2 എന്ന് പറയുന്നത് സോറി 4 ഇൻറ്റു 5/2 കറക്റ്റ്. ഇവിടെ ഇന്റെ 4 ഇൻറ്റു 5/2 ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? 3 ഇൻറ്റു 4 ഇൻറ്റു 5/2 ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 4ന്റെ 5/2 ചെയ്ത്. അപ്പൊ ഇവിടെയും 5/2 സോറി 5/2 ചെയ്താൽ മതി. ഈ 4ന്റെ 5/2 ചെയ്യുമ്പോഴാണ് 10 കിട്ടുന്നത്. സോ ഇവിടെയും 5/2 ചെയ്താൽ മതി. അപ്പൊ എത്ര വരും? 3 ഇൻറ്റു 5 15. 15ന്റെ പകുതി 7.5. അതുപോലെ ഇവിടെ 5/2 ചെയ്യുമ്പോൾ 2.5. മനസ്സിലായോ? മിൽക്ക് 7.5 ലിറ്റർ പോവും, വാട്ടർ 2.5 ലിറ്റർ പോവും. ഇവിടുന്ന് 7.5 ലിറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് 7.5 ലിറ്ററും പോയി, ഇവിടുന്ന് 2.5 ലിറ്ററും പോയി കഴിഞ്ഞാൽ എത്രയായി? 36 എന്നുള്ളതിൽ നിന്ന് നമുക്ക് 7 ലിറ്റർ പോകുമ്പോൾ 29 ആവും. പിന്നെ 28, 28.5. ഇവിടെ ബാക്കി 2.5 പോകുമ്പോഴത്തേക്കും 9.5 അല്ലെ. 28.5ഉം 9.5ഉം ഡിഫറൻസ് എത്രയാണ്? ഇനി ഒരു 20 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എത്ര? 29.5. മിൽക്ക് തന്നെയല്ല, മിൽക്കിന് ഒരു മാറ്റമില്ല. അപ്പൊ എത്ര കൂടിയടാ? 28.5 29.5 ആയി എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആഡ് ആയാൽ 1 ലിറ്റർ ആഡ് ആയി. സോ ആൻസർ 1. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. The selling price of an article is 60% of its mark price and shopkeeper gets the profit of 20%. If the shopkeeper sells the article at its mark price, then the difference between cost price and mark price of the article is rupees 140. Find the cost price of the article. Options 490, 280, 70, 140, 210. The selling price of an article is 60% of its mark price. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? സെല്ലിംഗ് പ്രൈസ് മാർക്ക് പ്രൈസിന്റെ 60% ആണ്. 60% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/5 അല്ലേ. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3/5 ഓഫ് മാർക്ക് പ്രൈസ് ആണ്. The selling price of an article is 60% of, അതായത് SP/MP റേഷ്യോ കിട്ടി. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 60%, that is 3/5 of MP ആണ്.
സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3/5 NP ആണ്. അപ്പൊ SP/NP എന്ന് പറയുന്നത് എന്താണ്? 3/5 ആണ്. 5 രൂപ വിലയിട്ടത് 3 രൂപയ്ക്ക് വിൽക്കുന്നു അല്ലെ. മാർക്ക് പ്രൈസിന്റെ 60% വെച്ചാൽ 5 രൂപയ്ക്ക് വിലയിട്ടതിന് 3 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇനി ആൻഡ് ഷോപ്കീപ്പർ ഗെറ്റ്സ് എ പ്രോഫിറ്റ് ഓഫ് 20%. ഷോപ്കീപ്പറിന് കിട്ടിയ പ്രോഫിറ്റ് പെർസെന്റേജ് 20%. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഷോപ്കീപ്പറിന് കിട്ടിയ പ്രോഫിറ്റ് പെർസെന്റേജ് 20% ആണ്. പ്രോഫിറ്റ് 20% എന്ന് പറഞ്ഞാൽ 20% എന്ന് പറഞ്ഞാൽ 1/5 ലാഭം കിട്ടിയെന്ന്. അതായത് 5 രൂപയ്ക്ക് വാങ്ങിയിട്ട് 6 രൂപയ്ക്ക് വിറ്റു. 5 രൂപയ്ക്ക് വാങ്ങിയിട്ട് 6 രൂപയ്ക്ക് വിറ്റു. അവിടെ CP/SP നോക്കേ. അവിടെ CP/SP എന്ത് കിട്ടും? 5 രൂപയ്ക്ക് വാങ്ങിയിട്ട് 6 രൂപയ്ക്ക് വിറ്റു എന്നാ പറയുന്നത്. 5 രൂപയ്ക്ക് വാങ്ങിയിട്ട് 6 രൂപയ്ക്ക് വിറ്റു എന്നാ പറയുന്നത്. അപ്പൊ അവിടെ CP/SP എന്ന് പറയുന്നത് 5 ആണ് വാങ്ങിയ വിലയെങ്കിൽ 6 രൂപയാണ് വിറ്റ വില. അപ്പം നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ശരിക്കും 6 ആണ്. അപ്പൊ 3/5 പകരം 6/10 എന്ന് എഴുതിയ പോരെ. 3/5 പകരം 6/10 എന്ന് എഴുതിയാലും ശരിയല്ലേ? കാരണം ഇവിടെയും സെല്ലിംഗ് പ്രൈസ് 6 ആണ്. ഇവിടെ ഒരു 6 ആക്കാൻ ഒരു ശ്രമം നടത്തിയല്ലേ. 3 മാറി 6 ആകുമ്പോൾ 5 മാറി 10. അതായത് വാങ്ങിയത് 5 രൂപയ്ക്കാണെങ്കിൽ മാർക്ക് ചെയ്തത് 10 രൂപ എന്നാണ്. പക്ഷെ വിറ്റത് 6 രൂപയ്ക്കാണ്. വിറ്റത് 6 രൂപയ്ക്കാണ്. ഓക്കെ, 20% ലാഭവും കിട്ടി. മനസ്സിലായി? 20% ലാഭവും കിട്ടി. മാർക്ക് ചെയ്തതിനേക്കാൾ 60%-ത്തിനാണ് വിറ്റത്. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ അതിൽ എന്തൊക്കെ തന്നിരിക്കുന്നത്? ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് പ്രൈസ് ആൻഡ് മാർക്ക് പ്രൈസ്. കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 5ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര? ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് പ്രൈസ് ആൻഡ് മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് 5 ആണെന്ന് തന്നിട്ടുണ്ട്. 5ന്റെ വാല്യൂ 140 ആണെന്ന് തന്നിട്ടുണ്ട്. 5 140 ആവുമ്പോൾ അതിന്റെ കോസ്റ്റ് പ്രൈസ് 5 140 ആവുമ്പോൾ കോസ്റ്റ് പ്രൈസ് 140 തന്നെ. കാരണം CP 5 തന്നെയല്ലേ. ആ ഡിഫറൻസും CPയും സെയിം ആയിട്ട് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ ആൻസർ 140. അപ്പൊ പെർസെന്റേജ് ഇപ്പൊ എഴുതിയപ്പോ ഇത്രയും വന്നുവെങ്കിലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യായിരുന്നു. 60% എന്ന് പറഞ്ഞാൽ 3ൽ 5. അതുപോലെ 20% എന്ന് വെച്ചാൽ 5ൽ 1 അല്ലെ. അപ്പം 3 മാറി 6 ആവണമെങ്കിൽ 6/10 എന്ന് എഴുതണം. അതായത് ഒരു സാധനം ഞാൻ 5 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 6 രൂപയ്ക്ക് വിറ്റാൽ അത് 20% ലാഭം. അതുപോലെ ഒരു സാധനത്തിന്റെ വില 10 രൂപയാണെങ്കിൽ അത് 6 രൂപയ്ക്ക് വിറ്റ് 60%-ത്തിനാണ് വിറ്റത്. അപ്പൊ അതില് ഈ ഡിഫറൻസ് കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും നമ്മുടെ ഡിഫറൻസ് 5 ആണ്. ആ 5ന്റെ ഒറിജിനൽ 140 ആയതുകൊണ്ട് ഈ 5ന്റെ ഒറിജിനൽ 140 എന്ന് എഴുതാൻ പറ്റും. സിംപിൾ എത്രയേ ഉള്ളൂ ചെയ്യാൻ. സോ ആൻസർ ഓപ്ഷൻ ഡി 140. ഓക്കെ, ഒരു എക്സാം ഓറിയന്റഡ് സെക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ചെയ്ത് പ്രാക്ടീസ് ചെയ്തവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ബേസിക് സെക്ഷൻസ് കാണാനല്ലാത്തവര്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of length to perimeter of a rectangle is 1:3. ലെങ്തും പെരിമീറ്ററും തമ്മിലുള്ള റേഷ്യോ. റെക്ടാങ്കിളിന്റെ ലെങ്തും. അപ്പൊ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്താ, ബ്രെഡ്ത്ത് എന്താ, പെരിമീറ്റർ എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ശരിക്കും ഈ പ്രോബ്ലം ചെയ്യാൻ എത്രയേ ഉള്ളൂ. ലെങ്ത് 1 ആണെങ്കിൽ പെരിമീറ്റർ 3 ആണ്. സോ 2 ലെങ്തും 2 ബ്രെഡ്ത്തും ചേർന്നതാ പെരിമീറ്റർ. 2 ലെങ്ത് ചേരുമ്പോൾ തന്നെ 2, ബാക്കി 1 ആണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. സോറി, 1/2 ആണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. സോ ബ്രെഡ്ത്ത് ഈസ് ടു പെരിമീറ്റർ എന്ന് വെച്ചാൽ 1/2 3 ആണ്, അല്ലെങ്കിൽ 2:6 ആണ്, അല്ലെങ്കിൽ 1:3 ആണ്. ജസ്റ്റ് 1:3 ന്ന് 1:3 ആണ്. 1:6 ആണ്. സോറി, 1:6 ആണ്. ഇത്ര എഴുതാനേ ഉള്ളൂ ഈ പ്രോബ്ലം. ഈ പ്രോബ്ലം ഒറ്റ സെക്കൻഡിൽ ആൻസർ ചെയ്യാനേ ഉള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം ചെയ്യാൻ. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാനായിട്ട് the ratio of length to perimeter ആണ് പറഞ്ഞേക്കുന്നത്. ലെങ്ത് 1 ആണെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, 2 ലെങ്തും വരും 2 ബ്രെഡ്ത്തും വരും. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2 ലെങ്തും വരും 2 ബ്രെഡ്ത്തും വരും. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2 ലെങ്തും വരും 2 ബ്രെഡ്ത്തും വരും. സോ എന്ത് വരും? P is equal to 2 ലെങ്തും 2 ബ്രെഡ്ത്തും വെച്ചാൽ ലെങ്ത് 1 ആയതുകൊണ്ട് ഇവിടെ 2 വരും പ്ലസ് 2b. അപ്പൊ 2 + 2b ആണ്. പെരിമീറ്റർ എത്രയാണ് തന്നേക്കുന്നത്? 3 ആണെന്നാ തന്നേക്കുന്നത്.
അപ്പൊ 2b എന്ന് പറയുന്നത് 3 മൈനസ് 2 1 ആണ്. സോ b ഈസ് ഈക്വൽ ടു 1/2. ചോദിച്ചേക്കുന്ന ബ്രെഡ്ത്തും പെരിമീറ്ററും തമ്മിലുള്ള റേഷ്യോ. ബ്രെഡ്ത്ത് 1/2 ആണ്, പെരിമീറ്റർ 3 തന്നെയാണ്, പെരിമീറ്ററിന് മാറ്റമൊന്നുമില്ല. അപ്പൊ 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, രണ്ടാമത്തെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6. സോ ആൻസർ 1:6. ഓപ്ഷൻ ഡി. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ സെക്ഷൻ. നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി ഒരു ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.